പ്രിയപ്പെട്ട കൂട്ടുകാരെ, കേരള പാഠാവലിയുടെ 3-ാമത്തെ യൂണിറ്റിലെ നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് എന്ന പാഠത്തിലെ, അതായത് ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തെ പിന്നെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളുണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ലതാസ് എഡ്യൂവേൾഡിൻ്റെ പുതിയ ഒരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ മുഴുവനായി കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അതായത് വായനയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. മൗന വായന, ഉറക്ക വായന ഇവയെക്കുറിച്ചായിരുന്നു. ഇനിയും അടുത്തത് നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് ഒന്ന് നോക്കാം. പിന്നെയുള്ളത് പാഠഭാഗത്ത് നിങ്ങളുടെ യാത്രാനുഭവം. യാത്രകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ഞാനത് ആദ്യമേ പറഞ്ഞു. നിങ്ങളുടെ യാത്രാ അനുഭവങ്ങൾ എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളതൊന്ന് രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെ നമുക്ക് ഭാവിയിൽ നിങ്ങളൊരു സാഹിത്യകാരനോ എഴുത്തുകാരിയോ ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഈ അനുഭവങ്ങളൊക്കെ നമുക്കൊരു പുസ്തകമാക്കാൻ പറ്റും. ഡയറി കുറിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വളരെ നല്ല ചില വിനോദങ്ങളും അതുപോലെ വിജ്ഞാനവുമാണത്. അപ്പം അതേപോലെ യാത്രാ വിവരണങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കുക എന്നൊരു പ്രവർത്തനം ഈ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാഠത്തിൽ പ്രകൃതി രമണീയ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയല്ലേ, പ്രകൃതി രമണീയമായ ചില സന്ദർഭങ്ങൾ, വിവരണങ്ങളൊക്കെ ധാരാളമുണ്ട്. ഇവിടെ പാഠപുസ്തകത്തിൽ തന്നെ ഒരു മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ ഒരു വരി ആണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പുഴകൾ, മലകൾ, പൂവനങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ എന്ന് പറഞ്ഞൊരു പഴയ മലയാള ഗാനമാണ്. പഴയ ഗാനങ്ങൾക്കെല്ലാമാണ് അർത്ഥമുള്ളത്. ഓരോ വരിക്കും ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ് ഈ പഴയ മലയാള ഗാനങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ ഈ പാഠത്തിലും പുഴകളും മലകളും പൂവനങ്ങളും താഴ്വരകളും അതെല്ലാം ഹരിതാപമാണ് എന്ന് കൂടെ ഓർക്കുക അല്ലേ. അപ്പം അങ്ങനെയുള്ള ചില വിവരണങ്ങൾ, ചില വിശേഷണങ്ങൾ ഈ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ വേഗം തന്നെ കണ്ടുപിടിക്കാം. അതിനാണ് ഞാൻ വായിക്കണം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് കണ്ടെത്താവുന്നത്. ഇനി ഇവിടെ പേരും പ്രവൃത്തിയും എന്നൊരു ഹെഡിങ് കൊടുത്തിരിക്കുന്നു അല്ലേ. എന്താണത്? അതായത് നമ്മൾ വ്യാകരണ രീതിയിൽ പറഞ്ഞാൽ നാമം, ക്രിയ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ്. അല്ല ഇങ്ങനെ ഇത്രയും സിമ്പിളാക്കിയിട്ടല്ല. അന്ന് ഗ്രാമർ, അതായത് വ്യാകരണത്തിൻ്റെതായ വിലയിലൂടെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. നാമം, ക്രിയ, നാമവിശേഷണം. പിന്നെ ഞാൻ കഴിഞ്ഞൊരു പാഠത്തിൽ പറഞ്ഞിട്ട് ഓർക്കുന്നു, സമാസം, സന്ധി എന്നൊക്കെ. അതുപോലെ വൃത്തങ്ങൾ, അലങ്കാരങ്ങൾ, ഇങ്ങനെയൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു പാഠപുസ്തകം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളും മറ്റ് ഇംഗ്ലീഷ് ഗ്രാമറിനെക്കാട്ടിലും ഹിന്ദി ഗ്രാമറിനെക്കാട്ടിലും വളരെ ബുദ്ധിമുട്ടുണ്ട് മലയാളം. ഭാഷ തന്നെ പ്രയാസം മലയാളം പഠിക്കാനാണ്. അപ്പോൾ അതിൻ്റെ വ്യാകരണത്തിനും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലാക്കിയാൽ നമുക്ക് ഒരിക്കലും ഇത് നമ്മൾ മറക്കുകയില്ല. എന്ന് പറഞ്ഞ പോലെ നാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര്, അത് നോട്ടായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. നാം ചെയ്യുന്ന പ്രവൃത്തിയെ, അതായത് നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയാണോ അതിനെ ക്രിയ എന്ന് പറയുന്നു. ഇങ്ങനെ നോട്ട്സ് തന്നെ എഴുതി പഠിച്ചിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, നാമത്തിനും ക്രിയയ്ക്കും ഇവിടെ പേരും പ്രവൃത്തിയും എന്ന് വളരെ ലഘൂകരിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ വില കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പേരും പ്രവൃത്തിയും നമുക്ക് ആ ഹെഡിങ് എത്ര ആരും ശ്രദ്ധിക്കില്ല. എന്നാൽ നാമം കണ്ടെത്തുക, ക്രിയ കണ്ടെത്തുക. ഒരു വാചകത്തിൽ എന്താണ് നാമം? എന്തിൻ്റെയും പേരായ ശബ്ദത്തെ നാമം എന്ന് പറയാം. നാം ചെയ്യുന്ന പ്രവൃത്തിയെ ക്രിയ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് സ്വന്തമായിട്ട് ഇത് ഇപ്പം രാജൻ അതൊരു നാമമാണ്, ഇടുക്കി അതൊരു നാമമാണ്, ആഗ്ര നാമമാണ്, താജ്മഹൽ നാമമാണ്. യാത്ര പോയി ക്രിയയാണ്, ക്രിയ നാം ചെയ്യുന്ന പ്രവൃത്തി. പഠിച്ചു, എഴുതി, കഴിച്ചു, ഉറങ്ങി, ചാടി, ഓടി, ഇതെല്ലാം നാം നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു അല്ലേ, അതിനെയാണ് നാം ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നാമങ്ങളും കുറച്ച് ക്രിയകളും കുറച്ച് വിശേഷണങ്ങളും. പെൺകുട്ടി ഒരു നാമം, സുന്ദരിയായ പെൺകുട്ടി. അപ്പോൾ ആ സുന്ദരിയായ എന്നുള്ളതാണ് അതിൻ്റെ വിശേഷണം. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് പോലും നമ്മളൊന്നും ഗ്രാമർ അങ്ങനെ പഠിക്കുന്നില്ല. അപ്പം നാമം, ക്രിയ, വിശേഷണം. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് നാമവിശേഷണമാണ്. ക്രിയാവിശേഷണം കൂടിയുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് കുറച്ച് ഊന്നൽ കൊടുത്തുകൊണ്ട് ചില പദങ്ങൾ നമ്മൾ ചേർക്കാറുണ്ട്. അതിനെ ക്രിയാവിശേഷണം അല്ലേ. ശക്തമായി അടിച്ചു,
അല്ലേ? ശക്തമായി കാറ്റടിച്ചു എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ ശക്തമായി എന്ന് പറയുമ്പോൾ അതിനെ കുറച്ചുകൂടെ വിശേഷിപ്പിച്ച് പറയും. അങ്ങനെ ആ രീതിയിൽ കണ്ടെത്തുക. ഇവിടെ പാഠപുസ്തകത്തിൽ തന്നെ ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട്. പേര്, നാമപദങ്ങൾ കണ്ടെത്തുക. അതിൻ്റെ താഴെ പ്രവൃത്തി ചെയ്യേണ്ട ചോദിച്ചു, അടിച്ചു, ഇടിച്ചു, യാത്ര പോയി, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം എന്താണ്? പ്രവൃത്തിയാണ്, അത് ക്രിയയാണ്. അത് കണ്ടെത്താൻ ഇവിടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് കുറിച്ച് തയ്യാറാക്കി വയ്ക്കുക. ലെങ്ത് ഒരുപാട് കൂടാതിരിക്കാൻ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നന്ദി.